ഭിന്നസംഖ്യ രണ്ട് ഡിഫറെന്റ് രീതിയിൽ എഴുതാനുള്ള ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കും അല്ലെ. ഒരേ ഭിന്നസംഖ്യ രണ്ട് വ്യത്യസ്ത രീതിയിൽ എഴുതുക എന്ന് നമുക്ക് ചോദ്യം വരാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെ ഈസിയായി ചെയ്യാൻ നോക്കിയാലോ. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ കാണാം. ഈ രണ്ട് ചിത്രങ്ങളിലും കുറച്ച് ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ചിത്രത്തില് 3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. മൊത്തം 12 പാർട്സ് ആണുള്ളത്. 12 ഈക്വൽ പാർട്സിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 3/12 ആണ് ഇതിന്റെ ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 3/12 എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ഗുണിക്കണം 3 എന്ന് എഴുതാലോ. ഈ മൂന്നിനെയും ക്യാൻസൽ ചെയ്യാം. ബാക്കി 1/4 ആയിരിക്കും. അതായത് ഒന്നാമത്തെ ചിത്രത്തിന് നമുക്ക് എന്ത് ചെയ്യാം? 3/12 എന്നും പറയാം, 1/4 എന്നും പറയാം. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുവാണെങ്കിൽ മൊത്തം 12 ഭാഗമാക്കിയതിൽ 2 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതായത് 2/12 ആണ് അവിടുത്തെ ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് 2നെ അതേപോലെ തന്നെ എഴുതാം. 12നെ 6 ഗുണിക്കണം 2 എന്ന് എഴുതാം. 12 എന്ന് പറയുന്നത് 6 ഗുണിക്കണം 2 ആണ്. ഈ രണ്ടിനെയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 1/6. അതായത് രണ്ടാമത്തെ ഫിഗറിനെ നമുക്ക് 2/12 എന്നും 1/6 എന്നും പറയാം. ഓക്കെ.